ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഉത്തരവ് ഇറങ്ങും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്നറിയുന്നതിൽ, കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും ആ സന്തോഷത്തിന് കാരണക്കാരനായ നല്ലവനായ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അവിധത്തിൽ നമ്മുടെ സന്തോഷത്തിൻ്റെയും ദൈവത്തിന് സ്തുതികളുടേതുമായി തീരുവാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ വാക്കുകൾ, പ്രവചന ദൂത് നിങ്ങൾക്ക് ഞാൻ കൈമാറി പ്രാരംഭമായി. എന്താണോ? അതെ, ആ ഉത്തരവ് ഇറങ്ങും. ദീർഘനാളുകളായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഉത്തരവ് ഇറങ്ങും. ഇനി കാത്തിരിക്കേണ്ടി വരത്തില്ല. ആ കാത്തിരിപ്പിന് അറുതിയായി. അപ്പോൾ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ആ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: പിന്നെ രാജാവ് ശദ്രകിനും മേശകിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. അഥവാ ഉത്തരവ് ഇറക്കി. ഒരു ഉത്തരവ് ഇറങ്ങുന്നു. പ്രിയ ബ്രദർ, സിസ്റ്റർ, നിന്റെ ജോലി സംബന്ധമായി ആ ഉത്തരവ് ഇറങ്ങുകയാണ്. അതെ, നീ വെയിറ്റ് ചെയ്ത, നീ കാത്തിരുന്ന ആ ഉത്തരവ്. കഴിഞ്ഞ 4 വർഷങ്ങളായി പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള ഒരു സഹോദരൻ ആ ഒരു ഉത്തരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. വെറുതെ അല്ല, പ്രാർത്ഥനയോടെ, നിരന്തരമായ ഉപവാസത്തോടെ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ, നിങ്ങളുടെ ചർച്ചിനടുക്കലോ ചർച്ചിരിക്കുന്ന സ്ഥലത്തോ ഒക്കെ ഉള്ളവരായിരുന്നു എങ്കിൽ ഞങ്ങൾക്കും ഇതുപോലെ ഉപവസിച്ച് പ്രാപിക്കാമായിരുന്നോ? അദ്ദേഹം ഒത്തിരി ദൂരെയുള്ള വ്യക്തിയാണ്. എങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ഉള്ള വ്യക്തിയാണെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. ഉപവസിക്കുവാനും ഉപവസിച്ച് പ്രാപിക്കുവാനുമുള്ള അവസരം തന്നെ. അപ്പോൾ ആ സഹോദരനൊരു ജോലി കിട്ടി. താൽക്കാലികമായ ജോലിയാണ്. അദ്ദേഹം ജോലി കിട്ടി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തും എന്നുള്ളൊരു എന്താ പറയുക, ഒരു അഭിപ്രായം വന്നു. പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്നിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അത് തന്നെ പറഞ്ഞു. സ്ഥിര വരുമാനമുള്ളൊരു ജോലി. അതെ സിസ്റ്റർ, കേൾക്ക്, സ്ഥിര വരുമാനമുള്ള ജോലി. അവർ വിളിക്കുന്നതിനനുസരിച്ച് പോയി നിൽക്കുന്ന 10 ദിവസം ജോലി കാണും, പിന്നെ 20 ദിവസം ജോലി കാണത്തില്ല. നോ, സ്ഥിര വരുമാനമുള്ള ജോലി. പ്രിയമാതാവേ, പിതാവേ, കേൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക് സ്ഥിര വരുമാനമുള്ള, ഈ സ്ഥിര വരുമാനമില്ലായ്മ വലിയ പ്രശ്നമാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചെറിയ ശമ്പളമാണെങ്കിലും മാസത്തിൽ കിട്ടുന്നതിന് അതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്, ഇല്ലേ? മറ്റേ ഒരു ദിവസം കിട്ടും, പിന്നെ ഒരാഴ്ച കിട്ടത്തില്ല, അല്ലെങ്കിൽ ജോലി കാണത്തില്ല. ഈ ഒരു ദിവസം കിട്ടുന്നത് ചിലവാകും, കടവുമാകും. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. ആഗ്രഹം സ്ഥിര വരുമാനമുള്ളൊരു ജോലി. ചെറുതാണെങ്കിലും സ്ഥിര വരുമാനമുള്ളൊരു ജോലി. ആ ചെറുത് കയ്യിൽ വെച്ചാൽ മതി. അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാപിക്കുവാൻ കഴിയുന്ന സ്ഥിര വരുമാനമുള്ള ജോലി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഒരുക്കുവാൻ പോകുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നിൻ്റെ തലമുറകൾക്ക്, പ്രിയ സഹോദരി, നിൻ്റെ ഭർത്താവിന് അവനായിരിക്കുന്ന സ്ഥാനത്ത്, സഹോദരി, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സ്ഥിര വരുമാനമുള്ള തൊഴിൽ കർത്താവ് നൽകി നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. ഓ, താങ്ക് യു ലോർഡ്. അപ്പോൾ ആ സഹോദരൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്നു പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. 4 വർഷമാണെന്ന് ഓർക്കണം. കുറേ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പ്രത്യേകിച്ച് അറിയാമല്ലോ, മടുപ്പ് വരും. പുള്ളിക്കാരന് മടുപ്പ് വന്നു. എങ്കിലും ആ മടുപ്പിനെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിഞ്ഞു? പ്രൈസർ ഫാമിലിക്കൊപ്പം നിരന്തരമായ വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ പ്രാപിക്കേണ്ടത്, ആ ലക്ഷ്യം നിങ്ങളുടേതായി തീരുവാൻ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവസേനയിൽ തുടർമാനമായി ചേർന്നിരിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ സാധിക്കും? അതേ ഉത്തരം ലളിതമാണ്. വചനധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്കതിന് അവസരമുണ്ട് 2 നിലകളിൽ. ഒന്ന്, ദൈവവചന ധ്യാനത്തിലൂടെ. എല്ലാ ദിവസങ്ങളിലും നമുക്ക് രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന പരമ്പരയിൽ ഒരുമിച്ചായിരിക്കുവാനായിട്ട് അവസരമുണ്ട്. ഈ ലോകത്തിലെയും നിത്യതയിലേക്കും വേണ്ടതായ ദൈവിക ആലോചനകൾ പങ്കുവെച്ചുകൊണ്ട്
അതുപോലെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകൾ ലൈവായി തന്നെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയും. നേരിട്ടും കടന്നു വരാം. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ സഭാരാധനയുണ്ട് ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ. അപ്പോൾ അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും നിങ്ങൾക്ക് ചേർന്നിരിക്കുവാനായിട്ട് കഴിയും. ഇനി പ്രൈസർ ഫാമിലിയുടെ മറ്റൊരു പ്രത്യേകത, മറ്റു പലയിടത്തും നിങ്ങൾ പ്രാപിക്കുന്ന കാലാവധി നീളുമ്പോൾ നിങ്ങളൊരു ബാധ്യതയായി, അല്ലേ? അത് തന്നെയല്ലോ വിഷയം. ഇപ്പോൾ വലിയ മിണ്ടക്കമൊന്നുമില്ല, സംസാരമൊന്നുമില്ല. പക്ഷേ പ്രൈസർ ഫാമിലിക്ക് അങ്ങനെയല്ല. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടത് അത് നിശ്ചയമായി നിങ്ങൾ പ്രാപിക്കുമെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച ദൈവത്തെ കണ്ടിറങ്ങിയവരാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ മാറ്റി നിർത്തത്തില്ല. നിങ്ങൾ പ്രാപിക്കുന്നത് വരെ ഒപ്പം കാണും. അത് കഴിഞ്ഞ് ഒപ്പം നിൽക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒപ്പം പിന്നെയും നൽകി ദൈവം നിങ്ങളെ മാനിക്കും. അപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 2-3 മാസങ്ങളൊക്കെ ആയപ്പോൾ പുള്ളി വല്ലാതെ അങ്ങ് നിരാശയിലായി. കാരണം അറിയാമല്ലോ, ഇപ്പം സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ നടക്കത്തില്ല എന്നൊരു ചിന്ത വന്നു. വലിയ സങ്കടത്തിലായി. പക്ഷേ ഈ ഒരു 4 ദിവസത്തിന് മുമ്പേ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് കിട്ടി. ഈ ആഴ്ച സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് നിന്നെ തേടി വരുവാൻ പോകുക. പ്രിയ മാതാവേ, നിന്റെ മകളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ സ്ഥാപനത്തിൽ നിന്റെ മകളെ ഒരു അംഗീകൃത സ്റ്റാഫായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ആ മിനിസ്ട്രിയിൽ ഒരു അംഗീകൃത സ്റ്റാഫായി നിന്നെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ആ രാജ്യത്ത് ഗവൺമെൻറ് തലത്തിൽ നിന്നെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വരുവാൻ പോകുന്നു. ആമേൻ. നോക്കൂ, ഇവിടെ ശദ്രക് മേശക അബേദ്നെഗോ 3 പേർ യഹൂദ ബാലന്മാരാണ്. ഇവരുടെ പ്രത്യേകത, ഇവരുടേതല്ലാത്ത രാജ്യത്താണ്. ശ്രദ്ധിക്കുമല്ലോ, ദൂതാണ്. അവിടെ ഇവർക്ക് ഗോഡ് ഫാദേഴ്സ് ഇല്ല, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അടിമകളായി അവർ ആയിരിക്കുന്നു. അവർക്ക് മാതാപിതാക്കളില്ല, സ്വന്തം ബന്ധങ്ങളില്ല, സഹോദരങ്ങളില്ല. അവരെക്കുറിച്ച് നല്ലതൊന്നും പറയുവാൻ അവിടെ ആരുമില്ല. ഇവർ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രത്യേകത ശ്രദ്ധിക്കണമേ. അവിടെയോ കൽദേയരായ മന്ത്രവാദികളും ശകുനവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരും നിർത്തണേ പാസ്റ്റർ, ഇത് തന്നെയാണ് എൻ്റെയും അവസ്ഥ. ആണേ, നീ ജോലി ചെയ്യുന്നിടത്ത് പ്രാർത്ഥിക്കുന്ന, പലരും പ്രാർത്ഥിക്കുന്നെന്ന് പറയുന്നുണ്ട്, പലരും ദൈവത്തെ ആരാധിക്കുന്നവരെന്ന് പറയുന്നവരാണ്. പക്ഷേ കയ്യിരിപ്പ് മുഴുവനും മന്ത്രവാദവും ആഭിചാരവും ലക്ഷണവിദ്യയും നേർച്ച കാഴ്ചകളും ശവത്തെ ആരാധിക്കുന്നവരും, അല്ലേ, സാത്താനെ ആരാധിക്കുന്നവരും, അങ്ങനെ ഒരു കൂട്ടം. അതിനു മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല പാസ്റ്റർ. ഇവിടെ ജീവിതം നരക തുല്യമാണ്. 3-ാം അധ്യായം വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും. അവിധത്തിൽ മന്ത്രവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരും ദേശത്തിലെ പ്രഭുക്കന്മാരും ചേർന്നൊരുക്കിയ പദ്ധതികളിൽ ബന്ധിക്കപ്പെട്ട് 7 മടങ്ങ് ആളിക്കത്തുന്ന തീച്ചൂളയിൽ വിഴപ്പെടുന്ന അനുഭവത്തിൽ ഈ ഭക്തന്മാർ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും അവർക്ക് വേണ്ടി വിശാലതയുടെ അടുത്തൊരു ലെവൽ ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം പ്രിയ ബ്രദർ, പ്രിയ സിസ്റ്റർ, നിൻ്റെ തൊഴിലിടത്തിൽ നീ കടന്നു പോകുന്നത്. കേൾക്ക്, അവിടെ നിന്നെ വിശാലതയുടെ അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. മക്കളെ, വലിയ പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം. അതേ പ്രിയമാതാവേ, നിൻ്റെ സങ്കടം എന്താണ്? പാസ്റ്റർ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവർ യഹൂദ ബാലന്മാർ ബന്ധിക്കപ്പെട്ടു, മല്ലന്മാരാൽ ബന്ധിക്കപ്പെട്ടു, ശക്തന്മാരാൽ ബന്ധിക്കപ്പെട്ടു. പിന്നിൽ കൽദയരായ മന്ത്രവാദികളുണ്ട്, ആഭിചാരകന്മാരുണ്ട്, ശകുനവാദികളുണ്ട്, ക്ഷുദ്രപ്രയോഗകന്മാരുണ്ട്. അതുതന്നെയാണ് നിൻ്റെ തലമുറകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പഠനം താഴേക്ക് പോരുന്നു. മറ്റുള്ളവർ നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ നല്ലത് പറയുവാൻ ആളില്ല. അല്ല, അവരിൽ നല്ലത് കാണുവാനില്ല. ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും ലോകമോഹങ്ങളിലും പലതിലും ബന്ധിക്കപ്പെട്ട തലമുറകളെക്കുറിച്ച് ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന മാതാവേ, പിതാവേ, കേൾക്ക്, അവിടെ നിന്റെ തലമുറകൾ വാഴുവാൻ ചില ഉത്തരവുകൾ ദൈവം ചിലരെ കൊണ്ട് പുറപ്പെടുവിക്കുക. ആ കോളേജിൽ നിന്ന് അവൻ്റെ പഠനം പകുതി വഴിയിൽ നിന്നു പോകാതിരിക്കുവാനുള്ള ഉത്തരവ് വരുവാൻ പോവുക. അവളുടെ പഠനം പകുതി വഴിയിൽ അവസാനിച്ച് പോകാതിരിക്കുവാനുള്ള ഉത്തരവ് വരിക. താങ്ക് യു ലോർഡ്. നീയും നിൻ്റെ ഭാര്യയും നീയും നിൻ്റെ ഭർത്താവും സെപ്പറേറ്റ് ആകാതിരിക്കുവാനുള്ള ഉത്തരവ്, നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള ഉത്തരവ്, താങ്ക് യു ലോർഡ്. ഇന്നലകളെക്കാൾ സന്തോഷത്തോടെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനുള്ള ഉത്തരവ് ദൈവത്താൽ പുറപ്പെടുവിക്കപ്പെടുക. ഇവിടെ രാജാവിലൂടെ, ഉന്നതനായ അധികാരിയിലൂടെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഏതെങ്കിലും ഉപ്പയല്ല നിങ്ങൾക്ക് വേണ്ടി ഇത്തവണ ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ പോകുന്നത് ഉന്നത അധികാരികൾ. ബ്രദർ,
വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. കൂടെയുള്ള ആരുടെയെങ്കിലും വാക്ക് കേട്ട് നീ ഭയപ്പെടേണ്ട. കൂടെയുള്ള സിസ്റ്റർ, കൂടെയുള്ള ആരുടെയെങ്കിലും വാക്ക് കേട്ട് നീ ഭാരപ്പെടേണ്ട. ഉന്നത അധികാരികൾ, പേരിന് വാക്കിന് വിലയുള്ളവർ, അധികാരമുള്ളവർ നിനക്ക് വേണ്ടി ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ പോകുന്നു. യാസ്, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ചില എഴുത്തുകളുമായി നിങ്ങൾ നടന്നിട്ടുണ്ട് ആണേ, പക്ഷേ അതിന് വെറും കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതുകൊണ്ട് ആ സ്ഥാപനത്തിൽ വലിയ കാര്യത്തിൽ ജോലിക്ക് പോയി. അവർ കൂടെ കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് മക്കളെ അവിടേക്ക് വിട്ടു. പക്ഷേ എന്തായി? ആമേൻ. അവരുടെ പേപ്പറിന് അല്ലെങ്കിൽ അവരുടെ വാക്കിന് വെറും പേപ്പറിൻ്റെ വിലയേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല. ഉന്നത അധികാരി, അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലരെ ഒരുക്കുന്നു ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനായി. നോക്കൂ, ആ ഉത്തരവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ് അടുത്ത ചില ഉത്തരവുകളിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ഒന്ന്, ആമേൻ, അവിടെ സ്ഥാനങ്ങൾ, പുതിയ സ്ഥാനങ്ങൾ ഈ ശദ്രക് മേശക് അബേദ്നെഗോ എന്ന അടിമ ബാലന്മാർക്കുണ്ടാകുകയാണ്. പുതിയ സ്ഥാനങ്ങൾ, പൊസിഷൻസ്, പുതിയ സ്ഥാനങ്ങൾ. ഈ വാക്ക് നിങ്ങൾ ഓർത്തു വയ്ക്കുക. 3-ാം അധ്യായം 30-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. പുതിയ സ്ഥാനങ്ങൾ, പുതിയ സ്ഥാനങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾ പറയും, പാസ്റ്റർ അവിടെ ഒഴിവില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്? അവിടെ ഒഴിവില്ല. സിസ്റ്റർ കേൾക്ക്, അവൻ പുതിയ സ്ഥാനങ്ങൾ, പുതിയ സ്ഥാനങ്ങൾ നിനക്ക് വേണ്ടി ദൈവം അവിടെ സൃഷ്ടിപ്പിക്കുവാൻ പോകുന്നു. പുതിയ സ്ഥാനങ്ങൾ, പുതിയ പോസ്റ്റുകൾ. അവൻ അടിമയായിരിക്കുന്നവൻ അധികാരിയായി മാറും വിധത്തിലുള്ള പോസ്റ്റുകൾ. ഇന്നലകളിൽ നീ തലകുനിച്ച് നിന്ന അതേ സ്ഥാനത്ത്, അവരുടെ മധ്യത്തിൽ പ്രതിവാദം പറയുവാൻ കഴിയാതെ നിന്ന അതേ ഇടത്ത് തല നിവർത്തി നിൽക്കുമാറാകുന്ന പോസ്റ്റുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അഥവാ നീ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. കേൾക്ക്, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പ്രൊമോഷൻ റെഡി ആയിട്ടുണ്ട്. യെസ്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സഹോദരി, നിന്റെ ഭർത്താവിന് പ്രൊമോഷൻ റെഡി ആയിട്ടുണ്ട്. സഹോദര, നിനക്ക് പ്രൊമോഷൻ റെഡി ആയിട്ടുണ്ട്. ആ രാജ്യത്ത് പ്രൊമോഷൻ ഒരുങ്ങുകയാണ്. നീ വർദ്ധിക്കുക. ഓ ആമേൻ. ആ ബിസിനസ്സിൽ അടുത്തൊരു ലെവൽ. ഓ ആമേൻ. ആ ബിസിനസ്സിൻ്റെ മുഖച്ഛായ മാറി. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ആമേൻ. ഇൻ്റർനാഷണൽ ബിസിനസ്സായി. ഓ ആമേൻ. ഇപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോവുക. അപ്പോൾ ഇതെങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ നിങ്ങൾ ഭയന്നായിരിക്കുന്നതായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സായി. ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സായി നിങ്ങളുടെ ബിസിനസ് മാറുവാൻ പോകുക. ആ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി, ഒരിക്കൽ കൂടി ആവർത്തിച്ചു, ആ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഒരു ഇൻ്റർനാഷണൽ സ്തോത്രം ബിസിനസ്സായി, ബ്രാൻഡായി മാറുവാൻ പോകുന്നു. ആ ഹോട്ടൽ ശൃംഖല, കേൾക്ക്, ആ ഹോട്ടൽ ശൃംഖല അത് ആ ദേശത്തിൽ അറിയപ്പെടുന്ന, അതൊരു രാജ്യം, ഒരു ചെറിയ രാജ്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ചെറിയ രാജ്യം, അവിടെ അറിയപ്പെടുന്ന ബിസിനസ്സായി. രാജ്യത്തിന് വലിപ്പം കൊണ്ട് മാത്രമേ ചെറുപ്പമുള്ളൂ, സമ്പത്ത് കൊണ്ട് വലിപ്പമുണ്ട്. ആ രാജ്യത്ത് പേരുള്ളൊരു ഫേമായി ആ ഹോട്ടൽ ശൃംഖല മാറുവാൻ പോകുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങ്. താങ്ക് യു ലോർഡ്. സ്വർഗ്ഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടുക, ശുശ്രൂഷക പ്രൊമോട്ട് ചെയ്യപ്പെടുക. നിന്റെ ശുശ്രൂഷ, നിന്റെ സഭ പ്രൊമോട്ട് ചെയ്യപ്പെടുക. പൊളിഞ്ഞു കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുക. സ്തോത്രം. അമേൻ, അമേൻ, അമേൻ. ഉയർച്ചയാണ് കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ ആഴ്ച നിങ്ങൾ ഉയരുവാനിടയാകുന്ന, നിങ്ങളുടെ ലെവൽ ഉയരുന്ന, നിങ്ങളുടെ പൊസിഷൻ മാറുന്ന, നിങ്ങളുടെ സ്ഥാനം മാറുന്ന ഉത്തരവുകൾ പുറപ്പെടുവിക്കപ്പെടും. സാക്ഷ്യമാണ്, അറിയിക്കണം കേട്ടോ. 2, ആമേൻ, സ്ഥാനമാനങ്ങൾ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാന്യതയുള്ള സ്ഥാനങ്ങൾ. യെസ്, പേര്, ഗുഡ് വിൽ, ആ ഫേമിന്, നിൻ്റെ ബിസിനസ്സിന്. യെസ്, ആമേൻ. അതിൻ്റെ വലിപ്പ ചെറുപ്പമല്ല ഞാൻ പറഞ്ഞത്. പേര്, നിൻ്റെ ആ സ്ഥാപനത്തിന്, നിൻ്റെ ആ ബിസിനസ്സിന്, നിൻ്റെ ആ തൊഴിലിനൊരു പേരുണ്ടാകുവാൻ പോകുന്നു. നിൻ്റെ തലമുറകൾക്കൊരു പേരുണ്ടാകുവാൻ പോകുന്നു. അവരുടെ മുൻപോട്ടുള്ള ജീവിതം പേരുള്ള ജീവിതമായി, പേരും പെരുമയുമുള്ള ജീവിതമായി. അമ്മേൻ. അല്ലെങ്കിൽ നിൻ്റെ പേരുയർത്തുന്ന നിലവാരത്തിലുള്ളത് നീ പ്രാപിക്കുവാൻ തക്കവണ്ണം ചില ഉത്തരവുകൾ ഉന്നതങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടുന്നുണ്ട്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ ധൈര്യമുണ്ട്? യെസ്, 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 യെസ്. അവിടെ നിൻ്റെ പേരുയരുന്ന ആ ഉത്തരവിൽ സീൽ വീഴുക. അമേൻ. ഞാനത് കാണുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് റിസീവ് ചെയ്യുക. അമേൻ. നോക്കൂ,
3, അവിടെ ആ സംസ്ഥാനത്ത് എന്നെഴുതിയിരിക്കുന്നു. മീൻസ് ആ ദേശത്തിലെ ഉയർന്ന സ്ഥാനം. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, അതൊരു സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ ഉയർന്ന സ്ഥാനം, നിങ്ങളൊരു പട്ടണത്തിലാണെങ്കിൽ അവിടുത്തെ ഉയർന്ന സ്ഥാനം, പേര്, നിങ്ങളൊരു ജോലിയിലാണെങ്കിൽ ആ ജോലിയിലെ ഉയർന്ന സ്ഥാനം, ആ ദേശത്തിലെ ഉന്നത സ്ഥാനം എൻ്റെ ദൈവം നിനക്ക് തരിക. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കരയുന്ന നിനക്ക്. അതുവരെ ആ സ്ഥാനം ആർക്കായിരുന്നു? കൽദയരായ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ക്ഷുദ്രപ്രയോഗന്മാർക്കും ശകുനവാദികൾക്കും അവരെ തീറ്റിപ്പോറ്റുന്ന പ്രഭുക്കന്മാർക്കും, ബാബേലിലെ പ്രഭുക്കന്മാർക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, യഹൂദൻ, അവൻ കടന്നു ചെന്നപ്പോൾ ആമേൻ ആ സ്ഥാനം അവരുടേതായി മാറി. ആമേൻ. ഇന്ന് വരെ മന്ത്രവാദികൾ കൈവശമാക്കി വെച്ചത്, അല്ലെങ്കിൽ മന്ത്രവാദത്തിലൂടെയും ആവിചാരത്തിലൂടെയും മനുഷ്യർ നേടിയെടുത്തുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുന്ന നീ പിടിച്ചെടുക്കുവാൻ പോകുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ ആമേൻ. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിക്കണം ഇവിടെ വല്ലതും നടക്കണമെങ്കിൽ. നോ, അവൻ ഇനി നീ വിചാരിക്കും, ഇനി നീ തീരുമാനിക്കും. ഓ യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, നിന്റെ അവസ്ഥ നോക്കണ്ട, സാഹചര്യം നോക്കണ്ട. അവിടെ അടിമകളാണ്. ഓക്കെ, അവരുടെ ബന്ധുക്കളോ ചോർച്ചക്കാരോ ആരുമില്ല. ശരിയാണ്, ആമേൻ. അവർക്കവിടെ ഗോഡ് ഫാദേഴ്സ് ഇല്ല. പാസ്റ്റർ, എനിക്കിവിടെ ആരുമില്ല, എൻ്റെ ഭർത്താവ് പോലും കൂടെ നിൽക്കുന്നില്ല, എൻ്റെ കാരിയറിനൊരു ഗ്രോത്ത് ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കും, ആരും എനിക്കൊപ്പം നിൽക്കും. നോ, ആരും വേണ്ട, എൻ്റെ ദൈവം നിനക്കൊപ്പമുണ്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. നോക്കൂ, അവിടെ ഉത്തരവ് പുറപ്പെടുവിക്കപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇനി വയ്യ, ഇനി ഇതിൻ്റെ ബേക്കെ നടക്കാൻ വയ്യ, കൊണ്ട് പോയിക്കോട്ടെ. അവൻ ഇത് കിട്ടുമ്പോൾ ഇതും കൂടെ കിട്ടുമ്പോൾ അങ്ങേക്ക് തൃപ്തി ആവുമല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്കാം എന്ന് സിസ്റ്ററെ നീ തീരുമാനിച്ചിരിക്കുക. കേൾക്കും, നീ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ വേണ്ട എന്ന് പറയും. യെസ്, നീ കൊടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാൻ പോകുന്നു. നോക്കൂ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ വാക്യത്തിൻ്റെ പശ്ചാത്തലം, സന്ദർഭം ഇതൊന്നുമല്ല ദൂതിന് അടിസ്ഥാനമായിരിക്കുന്നത്. ആ വാക്യത്തിലെ ചില വാക്കുകളാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. അബ്രാം സോദം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കുവാൻ ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പുവാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നും എടുക്കുകയില്ല. നിനക്കുള്ള ഒന്നും വേണ്ട. ചിലർ പറയാൻ പോകുക, വേണ്ട, നിനക്കുള്ളതൊന്നും വേണ്ട, ഇനി നിനക്കുള്ളതെടുത്ത് ഞങ്ങൾ വലിയ ആളായി പോയി എന്ന് പറയാതിരിക്കുവാൻ വേണ്ടി ആ സ്ഥാപനത്തിൻ്റെ മേലധികാരികൾ പറയുക, നിൻ്റെ ആമേൻ ഫണ്ട് നിനക്ക് അർഹതപ്പെട്ടത് റിലീസ് ചെയ്തു തരുവാൻ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? നീ അധ്വാനിച്ചത്, ഒത്തിരി നാൾ അധ്വാനിച്ച ആ അധ്വാനത്തിൻ്റെ റിസൾട്ട്, ആ ഫലം അത് നിന്നിലേക്ക് വരുവാൻ പോകുക. അത് തടഞ്ഞു വയ്ക്കപ്പെട്ട ചില കേസ് നടപടികളുമായിട്ട് കിടക്കുന്ന ചിലത് അവർ പറയുക, നീ എടുത്തോട്ടെ, ആമേൻ, ന്യായം നിൻ്റെ പക്ഷത്താണ്, നീ എടുത്തോട്ടെ, ഇനി അവർ അതിനുമേൽ അവകാശം പറയത്തില്ല. നീ അത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. സഹോദരി, എങ്ങനെയെങ്കിലും പോട്ടെ, സഹോദര, എൻ്റെ ഭാര്യയല്ലേ, അവളെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നീ തീരുമാനിച്ചതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അനീതി വെളിപ്പെടത്തില്ല. നീ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവർ വേണ്ട എന്ന് പറയും. നോ, നിന്നിൽ നവിധത്തിൽ നഷ്ടപ്പെട്ടു പോകുവാൻ നിൻ്റെ അധ്വാന ഫലം, നീ ചോര നീരാക്കി ഉണ്ടാക്കിയത് അങ്ങനെ നാനാവിധമായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അവൻ നീ കൊടുക്കാമെന്ന് പറഞ്ഞാലും വേണ്ടെന്നുള്ള തീർപ്പുകൾ, കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്നുള്ള തീർപ്പുകൾ ഉണ്ടാകുവാൻ പോകുന്നു. ചില ഉത്തരവുകൾ ഇറങ്ങുവാൻ പോകുന്നു. ആമേൻ. ലോണുകൾ എഴുതി തള്ളി എന്നുള്ള ഉത്തരവ്. ഓ, ജപ്തി നടപടികൾ മരവിപ്പിച്ചു എന്നുള്ള ഉത്തരവ്. ഓ ഷബറിധലമാശകന്, എനിക്കറിയത്തില്ല, ആ വാക്ക് ആവർത്തിച്ച് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ചില നടപടിക്രമങ്ങൾ, ബാങ്ക് നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തു എന്ന ഉത്തരവ്, നിനക്ക് ദോഷമായി നിന്ന ചില വിധികൾ, ചില തീർപ്പുകൾ സ്റ്റേ ചെയ്തു എന്ന ഉത്തരവിറങ്ങുന്നു. യെസ്, ആമേൻ. നീ പരാജയപ്പെട്ടു, നിന്നെ പരാജയപ്പെടുത്തി എന്ന് അവർ പറഞ്ഞ് ആഘോഷിച്ച ആഘോഷത്തിന്, ആ ആഘോഷ രാവുകൾക്ക് അറുതി വരുവാൻ തക്കവണ്ണം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ ഇറങ്ങുന്നു. സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ ഇറങ്ങുന്നു. ആമേൻ. നോക്കൂ, കവരപ്പെട്ടത് തിരികെ പ്രാപിക്കുവാനുള്ള ഉത്തരവ് വരുവാൻ പോകുന്നു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം
8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടു പോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം എന്ന് കൽപ്പിച്ചു. സംഭവം ഇതാണ്: രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എലീശ പ്രവാചകനായിരിക്കുന്ന സമയം എലീശ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവൻ നടന്നു പോകുന്നത് കണ്ട് യാത്ര താൻ ക്ഷീണിച്ചിരിക്കുന്നു, ദൈവമനുഷ്യൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് യാത്ര ചെയ്ത് ദൈവമനുഷ്യൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഒരു സ്ത്രീ അവനൊരു മാളിക മുറി ഒരുക്കി. അവിടെ കിടക്കുവാനൊരു കിടക്കയും ഇരിക്കുവാനൊരു നാൽക്കാലിയും ഒരു വിളക്കും കഴിക്കുവാൻ ആഹാരവും ഒരുക്കി. സ്ത്രീയുടെ പേര് ഇല്ല, സ്ഥലപ്പേരാണ് ശൂനേയും കാരത്തി. ഇപ്പോൾ ആളെ മനസ്സിലായല്ലോ. ആ പുള്ളിക്കാരി ആ ദേശത്ത് ക്ഷാമം വന്നു, പ്രാണൻ കയ്യിൽ പിടിച്ച് തനിക്ക് ദൈവം നൽകിയ ഒരു തലമുറയുമായി പ്രവാചകനെ ശുശ്രൂഷിച്ചതിന് പ്രതിഫലമായി ദൈവം നൽകിയ തലമുറയുമായി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവനാമത്തിൽ എന്തെങ്കിലും മുടക്കിയാൽ ആ സ്ത്രീ പ്രവാചകൻ്റെ തളർച്ച മാറ്റുന്നതിനാണ് ഒരു മാളിക മുറി ഒരുക്കിയത്. പക്ഷേ തൻ്റെ ആവശ്യം എന്തെന്ന് പ്രവാചകൻ അറിഞ്ഞു. ദൈവം ആ ആവശ്യത്തിന് പരിഹാരം വരുത്തി. അതെ, അത് വെറുതെ ആവത്തില്ല. നീ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നീട്ടുന്നതും അത് വെറുതെ ആകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ചോദിക്കുവാൻ മടിക്കുന്ന അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് നിനക്കുറപ്പുള്ളത് നിൻ്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ ദൈവം നിന്നെ മാനിക്കും. നോക്കൂ, ക്ഷാമം വന്നു. ആ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ആ സ്ത്രീ ആഹാരമുള്ളിടത്തേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ തിരികെ വരുന്നു. തിരികെ വരുമ്പോൾ ഇവൾക്കുള്ളതിനെല്ലാം മറ്റുള്ളവർ അപഹരിച്ചു. അപ്പോൾ അപഹരിച്ചവർ അവിടുത്തെ പ്രമുഖന്മാരാണ്. ഇവളൊരു സ്ത്രീയാണ്, ഒരു കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഇവളുടെ പക്ഷം പറയുവാൻ ആരുമില്ല. 7 വർഷമായി ഇവൾക്കുള്ളതൊക്കെ മറ്റുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവൾ രാജധാനിയിലെത്തുകയാണ്. ആ സമയത്ത് അവിടെ എലീശ എന്ന പ്രവാചകൻ്റെ ശിഷ്യൻ രാജാവിനോട് പറയുകയാണ്: രാജാവേ, നീ ഇവിടുത്തെ വലിയ സംഭവമൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്കൊരു പ്രവാചകനുണ്ട്. പുള്ളി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശൂനാംകാരത്തിയുടെ വീട്ടിൽ ഈ കുഞ്ഞിനെ ജീവിപ്പിച്ച സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് പുള്ളിക്കാരി വരുന്നത്. ഗേഹസി പറയാതെ വരുന്നുണ്ട്. ആമേൻ. നോക്കൂ, കാര്യം അങ്ങോട്ട് രാജാവിനോട് പറയുന്നു. അന്ന് നീതി കിട്ടാൻ വലിയ പാടുള്ള സമയമാണ്. ഇത് തെളിയിക്കണ്ടേ, ഇത് എൻ്റേതായിരുന്നു. ഇന്നത്തെ പോലെ പ്രമാണവും തായ് പ്രമാണവും തണ്ടപ്പേരും അതൊന്നുമില്ല, പട്ടയം ഒന്നും ഇല്ലാത്ത കാലമാണ്. താമസിക്കുന്നിടത്ത് താമസിച്ചാൽ അതുണ്ട്, അത് കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെയുള്ള സമയത്ത് തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അവിടെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെടുകയാണ്. ഇവൾക്കുള്ളത് സകലതും ഇതുവരെയുള്ള ആദായം ഉൾപ്പെടെ തിരികെ കൊടുക്കണം. ഒരു ഉത്തരവ് പുറപ്പെടുവിക്കപ്പെടുകയാണ്. ചില നാളുകൾ നീ തേടി അലഞ്ഞതിന് പരിഹാരം വരുത്തും വിധത്തിൽ അതിന് കോമ്പൻസേഷൻ ഉൾപ്പെടെ തിരികെ വരണം. യെസ്, ചിലത് തിരികെ വരുവാൻ പോകുക. കോമ്പൻസേഷൻ ഉൾപ്പെടെ നിനക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, നിനക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തിരികെ വരുവാൻ പോകുക. നിൻ്റെ സ്വത്ത്, നിൻ്റെ പിതൃസ്വത്ത്, നിൻ്റെ അവകാശം അത് തിരികെ വരുവാൻ പോകുക. നിൻ്റെ അധ്വാന ഫലം അത് തിരികെ വരുവാൻ പോകുക. മനുഷ്യർ അവരുടെ ദുഷ്ട ലാഭത്തിനായി നിന്നിൽ നിന്ന് കവർന്നെടുത്തത്, അല്ലെങ്കിൽ ആൾ കൂടിയപ്പോൾ നീ ഒരു പാവമാണല്ലോ, അത്തപ്പാടിയാണല്ലോ, നിന്നെ പറ്റിച്ചു കളയാമെന്ന് പറഞ്ഞ് കവർന്നെടുത്തത് നിന്നിലേക്ക് തിരികെ വരുവാൻ പോകുക. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് ആമേൻ കവരപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ അത് തിരികെ കിട്ടുന്നില്ല. കേസിന് പോയിട്ട് കാര്യമില്ല എന്നുള്ള നിലയിൽ നിങ്ങളിരിക്കുക. അത് തിരികെ വരുവാൻ പോകുക. വിശ്വസിക്കുവാൻ റെഡിയാണോ? തിരികെ വരുവാൻ പോകുക. കവരപ്പെട്ടത് തിരികെ വരുവാൻ പോകുക. ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. നിൻ്റെത്, നിൻ്റെ അധ്വാന ഫലം നിൻ്റേതായി തീരുവാൻ, നിന്നിൽ നിന്ന് കവരപ്പെട്ടത്, നിന്നിൽ നിന്ന് ശത്രു മോഷ്ടിച്ചെടുത്തത്, നിന്നിൽ നിന്ന് അടിച്ചു മാറ്റിയത് നിന്നിലേക്ക് തിരികെ വരുവാൻ പോകുക. നിയമത്തിൻ്റെ പിൻബലത്തോടെ ആൾക്കാരെ ഒപ്പം നിർത്തി പണബലത്തിൽ അവർ കവർന്നെടുത്തത് നിന്നിലേക്ക് തിരികെ വരുവാൻ പോകുക. ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഉന്നതങ്ങളിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നത് ഉന്നതങ്ങളിൽ നിന്നാണ്. മീൻസ് സുപ്രീം കോടതിയിൽ നിന്ന് ചില വിധികൾ, നിങ്ങൾക്ക് അനുകൂലമായി ചില വിധികൾ വരുവാൻ പോകുക. അല്ലെങ്കിൽ ആ ഉത്തരവ് പുറപ്പെടുവിക്കപ്പെടുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. താങ്ക് യു ലോർഡ്. ചില കേസുകൾ, വലിയ സ്ഥാപനങ്ങളുമായിട്ട് നടത്തപ്പെടുന്ന ചില കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടാകുവാൻ പോകുന്നു. അപ്പോൾ റെഡിയാണോ? നിങ്ങൾക്ക് അനുകൂലമായ ഉത്തരവുകൾ പ്രാപിച്ചെടുക്കുവാൻ, നിങ്ങളുടെ ലൈഫ് മാറുന്ന, നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുന്ന, നിങ്ങളുടെ മക്കളുടെ മുഖം ചിരിച്ചു കാണുന്ന, അവൾ സന്തോഷത്തോടെ ആ വിവാഹവേദിയിലേക്ക് നടന്നു കയറുന്ന അതിന് കാരണമായ ഉത്തരവ്. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ.
അതിന് കാരണമായ ഉത്തരവ് ആ വിവാഹ തടസ്സം മാറി, അവൻ്റെ പഠനം പൂർത്തീകരിക്കപ്പെടുവാനുള്ള ഉത്തരവ് വീഴുവാൻ ഒരു ഉപവാസം ക്രമീകരിച്ചു. ആ ഉത്തരവ് പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ ഏത് ഭാഗത്തായിരുന്നാലും അതിനുള്ള അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ ഞായറാഴ്ച ഒരു പരിശുദ്ധാത്മ നിറവിലുള്ള ആരാധനയും വിടുതൽ ശുശ്രൂഷയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായി എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇതുപോലെ അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. വരുന്ന ആഴ്ചകളിലെ മെസ്സേജുകൾ പ്രോഗ്രാം ചെയ്തുകൊണ്ട് കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവജനത്തെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതീക്ഷയോടെ ഇവർ കേട്ടിരുന്ന ആലോചനകൾ ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ നിവർത്തിയാകട്ടെ. ഉന്നതങ്ങളിൽ നിന്ന്, അധികാര സ്ഥാനങ്ങളിൽ നിന്ന്, ശക്തന്മാരിൽ നിന്ന് ഉത്തരവുകൾ ഇവർക്കായി പുറപ്പെടുവിക്കപ്പെടട്ടെ. ഈ മെസ്സേജ് അനുഗ്രഹമായി കേട്ടവർ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും വിധം ഈ മെസ്സേജ് എത്തിക്കുവാനും അതിലൂടെ അധിക നന്മ പ്രാപിച്ചെടുക്കുവാനും സ്വർഗം ഇവർക്ക് അവസരം നൽകണമേ. തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൊഴിലിടത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. പുതിയ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. തൊഴിലിടത്തിലെ എല്ലാ പ്രതികൂലങ്ങളും, തടസ്സങ്ങളും, പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. യേശുവേ, ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ എത്തപ്പെട്ട സ്ഥാപനത്തിൽ ആ തൊഴിൽ ഇവർ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. യേശുവെ, ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. വിദേശ രാജ്യങ്ങൾ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, നിയമ നടപടികളിൽ പെട്ടായിരിക്കുന്നവർ, യേശോപ്പാ നീതി വെളിപ്പെടണമേ. ഇവരെ റിലീസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ ഉണ്ടാകട്ടെ. പല രാജ്യങ്ങളിലും സ്റ്റക്കായി നിൽക്കുന്നവർ റിലീസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ ഉണ്ടാകട്ടെ. യേശുവെ, വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ, സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, കാലാവധികൾ നീട്ടിക്കിട്ടട്ടെ, PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. IELTS, MOH, OET എക്സാമുകൾ എഴുതി വെയിറ്റ് ചെയ്യുന്നവർ നല്ല റിസൾട്ടും നല്ല ഉന്നത സ്ഥാനങ്ങളും നൽകണമേ. രാജ്യങ്ങൾ ഇവർ കീഴടക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനങ്ങൾ വഴിയട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളെയും ജപ്തി നടപടികളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ പുറത്തു വരട്ടെ. ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ. ഇവരുടെ അവകാശങ്ങൾ, ഇവരുടെ നന്മകൾ ഇവരിലേക്ക് വരട്ടെ. കോടതി നടപടികളിൽ തീർപ്പുണ്ടാകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഇവർ ആഗ്രഹിക്കുന്ന ഒരു ഗ്രോത്ത്, ഒരു വിശാലത ഇവരുടെ ബിസിനസ്സിലുണ്ടാകട്ടെ. ഇവർ പ്രാപിച്ചെടുക്കുന്ന ദിവസങ്ങൾ മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. സ്തോത്രം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. എല്ലാ ദിവസങ്ങളിലും രാവിലെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. എന്നാൽ ശരി, ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം എന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.